ലോകപ്രസിദ്ധമായ തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം സംഘടിപ്പിക്കുകയാണ്. ഇത് രണ്ടാമത് തവണയാണ് ഈ സംഗമം തൃശ്ശൂരിൽ പൂരത്തോടനുബന്ധിച്ച് നടക്കുന്നത്. ഏപ്രിൽ 18-ാം തീയതി, 19-ാം തീയതി എന്നീ 2 ദിവസങ്ങളായിട്ടാണ് പരിപാടി നടക്കുക. തൃശ്ശൂർ പൂരത്തിനൊരു ജ്ഞാനത്തിൻ്റെ ഒരു വശം കൂടി പകരുക എന്നുള്ളതാണ് ഈ തൃശ്ശൂർ പൂരം ഹിന്ദു മഹാസംഗമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. സ്വാമി രംഗനാഥാനന്ദ നഗറിൽ ആയിരിക്കും ഈ പരിപാടി നടക്കുക, നീരാഞ്ജലി ഹാളിൽ. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സന്യാസ ശ്രേഷ്ഠരും, അതുപോലെ ആധ്യാത്മിക ആചാര്യന്മാരും ക്ഷേത്ര ഭാരവാഹികളും ഈ പരിപാടിയുടെ ഭാഗമായി മാറും. 18-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഒരു വിളംബര ഘോഷയാത്ര പാറമേക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. ആ നീരാഞ്ജലി ഹാളിലേക്കായിരിക്കും എത്തിച്ചേരുക. അതിനുശേഷം സർവൈശ്വര്യ പൂജ. 19-ാം തീയതി ആണ് ഉദ്ഘാടന സഭ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. രാവിലെ നാരായണീയ പാരായണം. പ്രൊഫസർ വി മധുസൂദനൻ നായർ സാറായിരിക്കും ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുക. മാതാമൃതാനന്ദ മഠത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദഗിരി, സ്വാമി സത്സ്വരൂപാനന്ദജി, അതുപോലെ സ്വാമി ആനന്ദവനം ഭാരതി, മഹാമണ്ഡലേശ്വരൻ, അതുപോലെ ഡോക്ടർ എം ലക്ഷ്മികുമാരി എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുന്നതായിരിക്കും. അതിനുശേഷം കേരളത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാർ ഒന്നടങ്കം പങ്കുചേരുന്ന സന്യാസി സംഗമം വിധിപൂജ. അതിനുശേഷം ഉച്ചയ്ക്ക് നരനാരായണ പൂജ. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നരനാരായണ പൂജ സംഘടിപ്പിക്കുന്നത്. അതിനോടൊപ്പം അധ്യാപകരെയും അമ്മമാരെയും ഒക്കെ ആദരിക്കുക എന്നുള്ള ഒരു ചടങ്ങ് കൂടി നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് പൂരം വിചാരം. വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ നേതൃത്വത്തിലാണ് ഈ പൂരവിചാരം നടക്കുന്നത്. പൂരത്തിന്റെ ആധ്യാത്മിക പശ്ചാത്തലത്തെ സമൂഹത്തിന് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഈ പൂരവിചാരത്തിന്റെ ഉദ്ദേശം. വൈകുന്നേരം ദേവി മഹാത്മ്യ പാരായണത്തോടുകൂടി, ദേവി മഹാത്മ്യ തരംഗിണിയോടുകൂടി ഈ പരിപാടി സമാപിക്കുന്നതായിരിക്കും. പൂരത്തിന്റെ ആധ്യാത്മിക പൈതൃകം, ജ്ഞാന പൈതൃകം വീണ്ടെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നടത്തപ്പെടുന്ന ഈ പരിപാടിയിലേക്ക്, തൃശ്ശൂർ പൂരം ഹിന്ദു മഹാസംഗമത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. പത്രങ്ങളിൽ റിപ്പോർട്ടുകൾ നന്നായിട്ട് തന്നെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയെ വിജയമാക്കണമെന്ന് എല്ലാവരോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമസ്കാരം. ഞാൻ പാഞ്ചജന്യം ഭാരതത്തിൻ്റെ ജില്ലാധ്യക്ഷനാണ്. എൻ്റെ പേര് പുരുഷോത്തമൻ. ഇത് 2ാമത്തെ ഹിന്ദു മഹാസംഗമമാണ്, തൃശ്ശൂർ പൂരം ഹിന്ദു മഹാസംഗമം. ഈ വർഷം മുതൽ നമ്മളൊരു ചാരിറ്റി പ്രവർത്തനം കൂടി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കുടുംബം പുലർത്താൻ വേണ്ടി 5 വനിതകൾക്ക് നമ്മൾ തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുക്കുന്നു. അതാ കുടുംബം പുലർത്താൻ വേണ്ടി അവർ ആ തയ്യൽ മെഷീൻ ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കി സ്വന്തം കുടുംബത്തെ പുലർത്തണം. അങ്ങനെയുള്ള ആൾക്കാർ, അല്ലാതെ വീട്ടിലേക്ക് ഒരു തയ്യൽ മെഷീൻ എന്നുള്ള നിലയിലല്ല. അതും കൂടി ഇപ്രാവശ്യം ചെയ്യുന്നുണ്ട്. തുടർന്ന് വരുന്ന വർഷങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയും നമുക്ക് ഉണ്ട്. പിന്നെ കൂടെയുള്ളത് രമാദേവി ഇതിൻ്റെ വൈസ് പ്രസിഡന്റാണ്. വിഘ്നേഷ് ദിവിജ് നമ്മുടെ പ്രസ് നോക്കുന്ന ആളാണ്. പിന്നെ ഡോക്ടർ സുധീന്ദ്രൻ, അദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റാണ്. ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ദേവദാസ് വർമ്മ, അദ്ദേഹം നമ്മുടെ പ്രസിൻ്റെ ആൾ തന്നെയാണ്. ഞങ്ങളെ പ്രസ് ഇത്രയും പേരാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞ വർഷത്തെ UP-യിൽ നടന്ന കുംഭമേളയിലാണ് അത് തീരുമാനമായത്. നടത്താൻ വേണ്ടി, കഴിഞ്ഞ വർഷം നടത്താൻ വേണ്ടി 2025 തന്നെ നടത്തണം എന്നുള്ള
അവിടെ സന്യാസിമാർ കൂടി ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ള കാര്യം. അതാണ് കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയത്. മാത്രമല്ല ഇത് കേരളത്തിലെ എല്ലാ സന്യാസ ശ്രേഷ്ഠരുടെയും പ്രാതിനിധ്യം ഉണ്ടാകും എന്നുള്ളത് വലിയൊരു പ്രത്യേകതയായിരിക്കും. അത് ഇനിയും പൂരത്തിന്റെ ഭാഗമായി മാറും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണേണ്ടതായ കാര്യം. ഇനി എന്തെങ്കിലും